നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ബൈപ്പാസ് റോഡിൽ 2 IT ജീവനക്കാർ വാഹനാപകടത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ പുറത്തുവരികയാണ്. ബൈക്ക് നിയന്ത്രണം വിട്ട് അപകടമുണ്ടായി എന്നായിരുന്നു പ്രാഥമിക നിഗമനം. പക്ഷേ കൂടുതൽ അന്വേഷണത്തിൽ പോലീസ് നിർണായകമായ ചില വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ബൈക്ക് നിയന്ത്രണം വിട്ടതല്ല അപകട കാരണമെന്ന് കണ്ടെത്തി. ബൈക്കിന് പിന്നിലിടിച്ച കാറ് നിർത്താതെ പോയി. ഇതിന് പിന്നാലെ പോലീസിന് സംശയം തോന്നുന്നു. അങ്ങനെ പോലീസ് ആ സംശയത്തിന്മേൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിൽ വഴിത്തിരിവായത്. 25 വയസ്സുകാരായ 2 സുഹൃത്തുക്കളാണ് ഇന്നലെ തിരുവല്ലത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ചത്. ബൈക്കിൽ ഇടിച്ച കാർ മലയൻകീഴിലെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. കാർ ഓടിച്ച യുവാവും പിടിയിലായി. ഇടിച്ചിട്ട് നിർത്താതെ പോയതാണെന്ന് പ്രതി വിപിൻ പോലീസിനോട് സമ്മതിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എറണാകുളം സ്വദേശി നവീൻ സിവി, തൊടുപുഴ സ്വദേശി മൃദുല ആൻഡ് ഉമ്മൻ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. 2 പേർക്കും 25 വയസ്സാണ്. ടെക്നോ പാർക്കിൽ IT കമ്പനിയിലെ എഞ്ചിനീയറാണ് നവീൻ. കിൻഫ്രയിൽ IT ജീവനക്കാരിയാണ് മൃദുല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നവീൻ്റെ ജന്മദിനമായിരുന്നു. ജന്മദിനത്തിലാണ് ഈ അപകടം സംഭവിച്ചതും ജീവൻ പൊലിയുന്ന സാഹചര്യമുണ്ടായത്. ബൈക്കിൽ കോവളം ഭാഗത്തേക്കായിരുന്നു ഇരുവരും പോയത്. ഈ സമയത്താണ് തിരുവല്ലം ടോൾ പ്ലാസ് കഴിഞ്ഞ് അപകടമുണ്ടായത്. നവീൻ്റെയും മൃദുലയുടെയും തലയ്ക്കാണ് പരിക്കേറ്റത്. ഗുരുതര പരിക്കാണ് ഇരുവർക്കും ഏറ്റത്. മൃദുല തെറിച്ചു പോയാണ് നിലത്ത് വീണത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ എത്തിച്ചു. അപ്പോഴേക്കും 2 പേരും മരിച്ചു. ഇന്നലെ വൈകിട്ട് 3:30യോടെയാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും വലിയൊരു അപകടം. ആദ്യമൊക്കെ കരുതിയത് നിയന്ത്രണം വിട്ടതാകാം അപകട കാരണമെന്നാണ്. പക്ഷേ ഒരു അമിത വേഗത്തിലെത്തിയ ഒരു കാറാണ് ഇത്തരത്തിലൊരു അപകടം വരുത്തി വെച്ചത്. അല്ലെങ്കിൽ അമിത വേഗത്തിലെത്തിയ കാറ് ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന നിർണായകമായ വിവരം. പലപ്പോഴും നിരത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അമിത വേഗത. പല ജീവനുകളും ഇപ്പോൾ ചുറ്റിലൂടെ പോകുന്നവർക്കുമൊക്കെ വലിയ രീതിയിൽ അപകടത്തിലേക്ക് നയിക്കപ്പെടുന്ന തരത്തിൽ അമിത വേഗത ഒരുപാട് വർദ്ധിക്കുന്നുണ്ട്. വാഹനങ്ങൾ ചീറിപ്പായുകയാണ് റോഡിലൂടെ. മറ്റുള്ളവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ചീറിപ്പാഞ്ഞൊരു വാഹനമാണ്. 25 വയസ്സേ ഉള്ളൂ 2 കുട്ടികൾക്കും. അവർ തുടങ്ങിയിട്ടേ ഉള്ളൂ അവരുടെ ജീവിതം. ആ ഒരു കുട്ടികളാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ചത്. എന്തായാലും വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു. അത്തരത്തിൽ വാഹനാപകടത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നത് വർദ്ധിക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമായി ഇത് മാറുകയാണ്. എന്തായാലും ബൈപ്പാസിൽ അപകട മരണങ്ങൾ ആവർത്തിക്കുകയാണ് എന്ന ഒരു പരാതി കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട്. നാട്ടുകാർ, അധികൃതർ അടക്കം യാതൊരു രീതിയിലുമുള്ള ഒരു പരിഹാര മാർഗവും ഈ ഒരു ബൈപ്പാസിൽ അപകട മരണങ്ങൾ ആവർത്തിക്കുമ്പോഴും സ്വീകരിക്കുന്നില്ല എന്ന ആരോപണമൊക്കെ ഒരു വശത്ത് ശക്തമാണ്. ബൈപ്പാസിന്റെ തിരുവല്ലത്തിനും പയറുമൂടിനും മധ്യ അപകടങ്ങൾ തുടർക്കഥയാണ്. തിരുവല്ലം, പാച്ചലൂർ, ചുടുകാട്, വാഴമുട്ടം, വെള്ളാർ, കോവളം ജംഗ്ഷൻ, മുക്കോല, പയറുമൂട് തുടങ്ങിയവയെല്ലാം ബ്ലാക്ക് സ്പോട്ടുകളായി കണ്ട് അപകടരഹിത മേഖലയാക്കാൻ നടപടി ഉണ്ടാകുമെന്നെല്ലാം ദേശീയപാത അതോറിറ്റി, പോലീസ്, മോട്ടോർ വാഹന വകുപ്പുകളും പറഞ്ഞിരുന്നതാണ്. മാത്രമല്ല, ഈ ഒട്ടേറെ പേർ അവിടെ വീണ് മരിച്ചിട്ടുണ്ട്. പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു ക്രമീകരണങ്ങളൊന്നും, അപകടങ്ങൾ കുറയ്ക്കാനുള്ള ക്രമീകരണങ്ങളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല എന്നൊരു ആരോപണം ഒരു വശത്ത് ശക്തമാവുകയാണ്. എന്തായാലും 2 പേർക്ക് ജീവൻ നഷ്ടമായി ഒരു വലിയൊരു അപകടത്തിൽ. അതിൽ കാർ ഇടിച്ചാണ്, അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് തെറിപ്പിച്ചാണ് 2 പേർക്ക് റോഡിൽ ജീവൻ നഷ്ടമായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ ഡ്രൈവർമാരും ഈ ഒരു അമിത വേഗതയൊക്കെ ട്രാഫിക് റൂൾ പ്രകാരം തെറ്റാണ്. എന്നിരിക്കെ അത് ആവർത്തിക്കുന്നവരാണ് റോഡിൽ ഇറങ്ങുന്ന മിക്ക ഡ്രൈവർമാരും. അപ്പോൾ ഇതിനൊരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുക, മറ്റുള്ളവരെ ജീവന് വില കൽപ്പിക്കുക എന്നതിൽ കുറഞ്ഞ് മറ്റൊരു പരിഹാര മാർഗവും ഇതിനില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.